ബിബി ടോക്ക് വിത്തുമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈവിന്റെ അപ്ഡേഷനുമായി വന്നിട്ടുള്ളതാണ് അനീഷാണ് കേട്ടോ ഇന്നത്തെ ടോപ്പിക്ക്. നേരത്തെ അനീഷിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ പറഞ്ഞത് അനീഷ് നല്ലൊരു ഗെയിമർ ആണെന്നാണ്. എനിക്കിതുവരെ അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. കാരണം ബിഗ് ബോസിനുള്ളിൽ മറ്റുള്ള ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യാന്നുള്ളത് ആ ഒരു ഗെയിമിന്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആണല്ലോ. പക്ഷേ വന്ന് അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. സഹിക്കാവുന്നതിലല്ലോ ഒരു പരിധി ഉണ്ടല്ലോ. ഒരു പ്രേക്ഷക എന്ന നിലയിലുള്ള എന്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. ശരിക്കും അനീഷ് കാരണം ലൈവ് ഒന്നും കാണാനേ തോന്നില്ല. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ അവരൊന്നും എനിക്ക് തോന്നുന്നത് ലൈവും എപ്പിസോഡ് പോലും കാണുന്നില്ല എന്നാ. അവിടെ ഇവിടെ ഷോർട്ട് വീഡിയോസ് അതുപോലെ തന്നെ റിവ്യൂസ് ഇതൊക്കെ കണ്ടിട്ട് വന്ന് വിലയിരുത്തുന്നത്. അയാൾ കാരണം ഇന്നത്തെ ആ ഒരു ടാസ്ക് തന്നെ മൊത്തം അലങ്കോലായി. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു, അവനിക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ പോരെ, അങ്ങനെയൊക്കെ. എല്ലാം പോയി അവരിങ്ങനെ വിട്ടുകൊടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ എന്നാ പിന്നെ എന്തിനു ഈ ഒരു ബിഗ് ബോസ് നടക്കുന്നത്? കപ്പങ്ങ് കൊടുത്തേക്കാം. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മിനിമം അത് കേൾക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ വട്ടം പറയുന്നത് പ്രശ്നമില്ല. ഇത് പറഞ്ഞത് തന്നെ ശ്വാസം പോലും വിടുന്നില്ല എന്ന് തോന്നുന്നു. പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന എനിക്കൊക്കെ തലവേദന എടുത്തിട്ട് വയ്യ. ഞാൻ ഈ ന്യായീകരിക്കുന്നവരോടൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവരെന്ത് വിശ്വസിച്ചിട്ട് അയാളെ അതിന്റെ ഉള്ളിലേക്ക് വിടും? കഴിഞ്ഞ ടാസ്കിൽ ബിഗ് ബോസിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത ആളാണ് ഈ മൊത്തം സാധനങ്ങൾ അങ്ങോട്ട് എടുക്കണം എന്ന് പറഞ്ഞ അയാളെ വിശ്വസിച്ചിട്ട് എങ്ങനെ വിടും അവര്? അല്ലെങ്കിലും ഇപ്പോ ഇതിന് പറഞ്ഞു, നാളെ വേറൊന്നിന് പറഞ്ഞു, എല്ലാത്തിനും അവര് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ടാസ്ക് ഒക്കെ വെക്കുന്നത്? അവിടെയുള്ള എല്ലാരും കൂടി ഫുഡ്, ഡ്രസ്സ് ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അവനെ എതിർക്കണമെങ്കിൽ അവർക്ക് എത്ര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അയാളെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. എന്തായാലും എങ്ങനെ പോകുന്നു നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ.